63 താലൂക്കുകളിൽ 25 താലൂക്കുകൾ മിനിഞ്ച താലൂക്കിൽ പരിസ്ഥിതി സോണിൽപ്പെട്ട പണിയപ്പെട്ട ഒരു ഇടമുണ്ടെന്ന് മിനിഞ്ച താലൂക്ക് മുഴുവനെന്നല്ല, സോൺ 1-ൽ വിടുന്ന കുറച്ച് സ്ഥലം മിനിഞ്ച താലൂക്കിൽ ഉണ്ട് എന്നാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പഞ്ചായത്താണ്. ഇപ്പൊ കേരളത്തിൽ മൊത്തം ഒരു മൈനിങ് റൂളെന്ന് വെച്ചു, ഖനന നിയമം. ഈ കൊടിയേരി പഞ്ചായത്തിലെ ആളുകളും എല്ലാ മെമ്പർമാരും ഞങ്ങളും പറയുന്നു ഇവിടെ ഒരു വാഹനം കൊടുക്കരുത്, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്തുള്ള സാധനമുള്ളതാണ്. പക്ഷെ അയാൾക്ക് നമുക്കിത് പറയാനും തീരുമാനിക്കാനുള്ള അധികാരമില്ല എങ്കിൽ എന്ത് ചെയ്യാനാവും? മൊത്തത്തിലുള്ള നിയമത്തിന്റെ പിൻബലത്തിൽ ഇവിടെ വന്നത് തോന്നാം, അവിടെ മണ്ണെടുത്തുകൊണ്ട് പോകാം. മണ്ണിനിപ്പോൾ മണ്ണിന് റോയൽ നിശ്ചയിച്ചത് മണ്ണ് എന്ന് പറയുന്നത് ലഘുസാധനമാണ്. അത് വിനിമയം കച്ചവടത്തിന് വേണ്ടിയും എടുക്കാം. ഒരു മെട്രിക് ടണ്ണിന് 20 രൂപ എടുത്ത് ഗവൺമെന്റിലേക്ക് റോയൽറ്റി കൊടുത്താൽ മതി എന്നൊക്കെ ഈ കഴിഞ്ഞ നവംബറിൽ 2012 നവംബറിൽ ഗവൺമെന്റ് ചട്ടങ്ങളൊക്കെ കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മണ്ണെടുക്കണം, നമ്മളത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നമുക്കതിനൊരു നിയമപരിരക്ഷയുണ്ട്, പൊതു നിയമത്തിൽ നിന്ന് ഇതിനെ വേറിട്ടുണ്ട്. അപ്പൊ അത് തീരുമാനിക്കാനുള്ള അധികാരം പഞ്ചായത്തിൽ കൊടുക്കണം. പഞ്ചായത്തിന് തീരുമാനിക്കാം ഇതിനെന്ത് ചെയ്യാം. കാരണം അവിടെ നേരിട്ട് അറിയുന്ന ജനങ്ങളാണ്. മേദിനിയുടെ മലമുകളിൽ 150 ഏക്കറിൽ പാറമട വന്നപ്പോൾ പാറമടക്കാരന് നേട്ടമേ ഉള്ളൂ. ഓട്ടമാക്കാൻ ആ മല ഊറ്റിക്കൊടുത്തിരുന്ന ഉറവകൾ കിണറ്റിൽ കോരിയെടുത്തിരുന്ന മനുഷ്യർക്കാണ് ഓട്ടം നഷ്ടം. ഇതാണ് പശ്ചിമഘട്ടത്തിൽ അനിയന്ത്രിതമായ ഖനനമോ മറ്റു പ്രവർത്തനം. ഖനനമാണ് മുഖ്യം നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും പുതിയ ജനകീയ പ്രതിഷേധം നടത്തുന്നത് എവിടെയാണ്? പാറവിളകളുമായി പണ്ടൊക്കെ നിയമവിരുദ്ധമായി പണമുണ്ടാക്കാൻ മദ്യമായിരുന്നു. വന്നപ്പോൾ വ്യാജമദ്യത്തിന് അങ്ങനെ ആ പണത്തിന്റെ ഒത്തെടുപ്പ് കുറഞ്ഞ പോലെ എന്റെ ധാരണ അങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോൾ ആറ്റുമണലായിരുന്നു. സർവത്ര വാരി വാരി മനസ്സിലാക്കിയ അവസ്ഥ എന്താ? നമ്മൾ പാലായിലുണ്ടായിരുന്ന മഹാകവി കട്ടകയും ചെറിയമ്മ പാലാക്കാരൊക്കെ ഒരു പൊതുമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചെറിയമ്മാവളെ തല കുത്തി കിടക്കുന്നു. എങ്ങനെ സംഭവിച്ചത്? ഒരു പുഴയ്ക്ക് 2 തീരമുണ്ട്. ആ തീരത്തുള്ള ആറ്റുവഞ്ചിയും അങ്ങനെ 100 സസ്യങ്ങളുണ്ട്. പുഴ ഇങ്ങനെ 2 വശത്തു നിന്ന് വെട്ടിത്താത്ത് കരിങ്കൽ കെട്ടിയല്ല പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെയോ ഇങ്ങനെ ഒരു ഷേപ്പാണ്. 2 വശത്തേക്ക് ചാഞ്ഞ് വെള്ളം കൂടുതൽ വരുന്നതിനനുസരിച്ച് അത് ഉൾക്കൊള്ളാൻ ഇങ്ങനെയാ പുഴയുടെ ആകൃതി. വെള്ളം കുറഞ്ഞു വരുമ്പോഴേക്കും ഇനി താഴെ. നമ്മളെന്താ ചെയ്യുന്നത്? ആ തീരം ഈ ആറിനൊക്കെ പലയിടത്ത് 110 120 മീറ്റർ വീതിയാണ്. നമ്മൾ റീസർവ് റെക്കോർഡുകൾ. പക്ഷേ നമ്മൾ ബന്ധപ്പെട്ട ആളോട് പറയുന്നു ഇതിന്റെ ആഗ്രഹം ഒന്ന് കെട്ടിത്തരണം. കിട്ടുന്ന എവിടെ വെച്ചാൽ അറിയോ? വെള്ളം ഒഴുകുന്ന നിലയിൽ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് കെട്ടിപ്പൊക്കി അത് അടുത്ത പീഡക്കാരൻ്റെതാണ്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏത് പുഴയോരത്തുടെയും ഇന്ത്യൻ പൗരനെന്ന നിലയിൽ സഞ്ചരിക്കാനുള്ള ഇടം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഒരു പുഴയോരത്ത് കൂടി സഞ്ചരിക്കാനും അതിന്റെ തീരത്തിന് യാതൊരു ഹാനിയും സംഭവിക്കാതിരിക്കാനും ഉള്ള ബാധ്യത ഭരണകൂടത്തിലുണ്ട്. അത് വേറെ നടക്കില്ല എന്നുള്ള വരെ എന്നോട് പറയാൻ പറ്റിയതായതുകൊണ്ട് ഇതുകൊണ്ടെ പറ്റി പറയാം. അപ്പോ നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ? ഈ പുഴയിൽ നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇടവുമില്ല. 2 തീരവും കെട്ടിയെടുക്കും. അവിടെ അവര് സ്വന്തമാണ്. തീരമില്ലാതെ പുഴയുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങൾ തിരിച്ച് എന്നോട് ചോദിക്കുക. തീരമില്ലാത്ത പുഴയില്ല. എത്ര പക്ഷികളുണ്ടായിരുന്നു, എത്ര കുളക്കോടികളുണ്ട്, എത്ര പൊന്മാനുണ്ടായിരുന്നു? ഒന്നുമില്ല, ഒന്നും വേണ്ടായിരിക്കാം. നമുക്ക് മാത്രമായിട്ട് മനുഷ്യന് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ തീരം